മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കലാപം. ലോക്കൽ സെക്രട്ടറി TA ഷാഹിദും കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്ന അരുൺജിത്ത് കാനപ്പള്ളിയും രാജിക്കത്തു നൽകി. ഇരിങ്ങാലക്കുട ഈസ്റ്റ് കോമ്പാറ ആനീസ് കൊലപാതക കേസിൽ തുടരന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ച് സംഘം സംഭവസ്ഥലത്തെത്തി മൊഴിയെടുത്തു. എറണാകുളം ക്രൈംബ്രാഞ്ച് DYSP ടോണി സെബാസ്റ്റ്യന് അന്വേഷണ ചുമതല. തൃശൂർ സാംസ്കാരിക തലസ്ഥാനമാണെങ്കിൽ ഇരിങ്ങാലക്കുട കലകളുടെ സാംസ്കാരിക തലസ്ഥാനമാണെന്ന് പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് ജയരാജ് വാര്യർ. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇരിങ്ങാലക്കുടയിൽ ആരംഭിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കലാപം. സെക്രട്ടറിയും മണ്ഡലം കമ്മിറ്റി അംഗവും രാജിക്കത്ത് നൽകി. ലോക്കൽ സെക്രട്ടറി TA ഷാഹിദും കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്ന അരുൺജിത്ത് കാനപ്പള്ളിയുമാണ് രാജിക്കത്ത് നൽകിയത്. CPI ഏറിയാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി അംഗവും രാജിക്കത്ത് നൽകി. മറ്റൊരു ലോക്കൽ കമ്മിറ്റി അംഗത്തെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. മതിലകം ബ്ലോക്കിൽ CPI മത്സരിക്കുന്ന 4 ഡിവിഷനുകളിൽ 2 ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ടാണ് തർക്കം. ഏറിയാട് പഞ്ചായത്ത് ഉൾപ്പെട്ട അത്താണി ഡിവിഷനിലേക്ക് ലോക്കൽ കമ്മിറ്റിയുടെ അഭിപ്രായത്തെ മാനിക്കാതെയും വേണ്ടത്ര കൂടിയാലോചന നടത്താതെയുമാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതെന്നാരോപിച്ച് ലോക്കൽ സെക്രട്ടറി TA ഷാഹിദും കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്ന അരുൺജിത്ത് കാനപ്പള്ളിയും രാജി നൽകി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗമെന്നുള്ള സ്ഥാനം ഞാൻ നിലവിൽ രാജിവെക്കുകയാണ്. ഒരു സാധാരണ പ്രവർത്തനമായിട്ട് തുടരാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പാർട്ടിയിൽ നടക്കുന്ന ഏകാധിപത്യപരമായിട്ടുള്ള തീരുമാനങ്ങളും പാർട്ടി നടപ്പിലാക്കാൻ അത് താഴെക്കിടയിലുള്ള സഖാക്കളോടുകൂടി കൂടിയാലോചന നടത്താതെ അത്തരം വിഷയങ്ങളെ ഗൗരവമായിട്ടെടുക്കാൻ പാർട്ടിയുടെ മേൽഘടകത്തിന് കഴിയാതെ പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഈ കഴിഞ്ഞ ബ്ലോക്ക് സീറ്റുമായി ബന്ധപ്പെട്ട് അത്താണി ഡിവിഷനിലെ ബ്ലോക്ക് സീറ്റുമായി ബന്ധപ്പെട്ട് ഒരു വലിയ തർക്കം ഏറിയാട് ലോക്കൽ കമ്മിറ്റിയിലുണ്ടായിട്ടുണ്ട്. അതേ തുടർന്ന് 2 സഖാക്കൾ അവിടെ നിന്ന് രാജിവെക്കുകയുണ്ടായി. ഇനിയും പാർട്ടിയുമായി ബന്ധപ്പെട്ട പലരും ഇത്തരം രാജികളിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് ഗൗരവമായിട്ട് പാർട്ടി പരിശോധിക്കേണ്ടതാണ്. പാർട്ടി ഇത് പരിശോധിച്ചില്ലെങ്കിൽ വളരെ അപകടകരമായ രീതിയിലേക്ക് നമ്മുടെ പാർട്ടിയുടെ സ്ഥിതി, താഴേക്കിടയിലുള്ള അടിത്തട്ടിലുള്ള സഖാക്കളുടെ വികാരം അത് മനസ്സിലാക്കാതെയുള്ള പ്രവർത്തനങ്ങൾ അതിൽ ഭാഗമാകാതിരിക്കും. പഴയക്കോടായാലും എറിയാടായാലും അവിടെയുള്ള സഖാക്കളുടെ പൊതുവായിട്ടുള്ളൊരു വികാരം ഉണ്ടായിരുന്നു. പൊതുവായിട്ടുള്ള വികാരം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് പല ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഈ ആശയക്കുഴപ്പങ്ങൾ ലഘൂകരിക്കാൻ, അത് പരിഹരിക്കാനും പാർട്ടിയുടെ മേൽ കമ്മിറ്റി മണ്ഡലം സെൻറ്റർ അത് ഗൗരവമായിട്ട് എടുത്തില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. അത് പരിശോധിച്ച് പോകേണ്ടതാണ്. ഇത്തരം വിഷയങ്ങളിൽ അപകടകരമായ രീതിയിലുള്ള ഈ വിഷയത്തിൽ ഞാൻ പ്രതികരിക്കുകയാണ്. ഈ പ്രതികരണം എന്ന് പറയുന്നത് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഒരു എളിയ പ്രവർത്തനമായിട്ട് തുടരാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. രാജിയിൽ പാർട്ടി തീരുമാനമെടുത്തിട്ടില്ല. ബ്രാഞ്ച് സെക്രട്ടറിയായും ലോക്കൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുള്ള ഇദ്ദേഹത്തെ കഴിഞ്ഞ ലോക്കൽ സമ്മേളനമാണ് സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. അതേസമയം ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറിയാട് ലോക്കൽ കമ്മിറ്റി അംഗവും യുവകലാസാഹിതി ഭാരവാഹിയുമായ MM നിസാറിനെതിരെ ലോക്കൽ കമ്മിറ്റി കടുത്ത നടപടിയാണ് സ്വീകരിച്ചത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് ഇദ്ദേഹത്തെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ചൊവ്വാഴ്ച വൈകിട്ട് ചേർന്ന ലോക്കൽ കമ്മിറ്റി യോഗം പുറത്താക്കി. കുളിമുട്ടം ഡിവിഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും മതിലകം ലോക്കൽ കമ്മിറ്റിയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇരിങ്ങാലക്കുട ഈസ്റ്റ് കോമ്പാറ ആനീസ് കൊലപാതക കേസിൽ തുടരന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ച് സംഘം സംഭവസ്ഥലത്തെത്തി മൊഴിയെടുത്തു. എറണാകുളം ക്രൈംബ്രാഞ്ച് DYSP ടോണി സെബാസ്റ്റ്യനാണ് അന്വേഷണ ചുമതല. മുൻ സർക്കിൾ ഇൻസ്പെക്ടർമാരും സംഘത്തിലുണ്ട്. 2019 നവംബറിലായിരുന്നു കൊലപാതകം. 2019 നവംബർ 14-നാണ് ഇരിങ്ങാലക്കുട ഈസ്റ്റ് കോമ്പാറയിൽ കൂനൻ വീട്ടിൽ പരേതനായ പോൾസന്റെ ഭാര്യ ആനീസ് കൊല്ലപ്പെട്ടത്. 2020 ഡിസംബറിലാണ് ക്രൈംബ്രാഞ്ച് സംഘം കേസന്വേഷണം ഏറ്റെടുത്തത്. 2000-ലധികം പേരെയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ആനീസിന്റെ ഫോണിലേക്ക് വന്ന കോളുകൾ ഉൾപ്പെടെ 1,00,000-ലധികം ഫോൺ കോളുകളും പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. മാർക്കറ്റിൽ ഇവരുടെ ഇറച്ചിവെട്ട് സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചതിന്റെ ഫലമായി മേഘാലയ,
നാഗാലാൻഡ് അടക്കം 8 സംസ്ഥാനങ്ങളിൽ അന്വേഷണ സംഘമെത്തി. പകലാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. മൂർച്ചയേറിയ ആയുധം കൊണ്ടാണ് കഴുത്തറത്തിരുന്നത്. കഴുത്തിൽ ഒരു മുറിവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനാൽ ആസൂത്രിതമായ കൊലപാതകമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആനീസ് ധരിച്ചിരുന്ന വളകൾ ഉൾപ്പെടെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ വീടിനുള്ളിലുണ്ടായിരുന്ന സ്വർണം മോഷണം പോയിട്ടില്ല. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആനീസ് എപ്പോഴും വീട് പൂട്ടിയിടുമായിരുന്നു. ആരെങ്കിലും വന്നാൽ തന്നെ ആളെ തിരിച്ചറിഞ്ഞ ശേഷമാണ് വാതിൽ തുറക്കുക. കൊലയാളികൾ വീട്ടിലേക്ക് കടന്നത് വാതിൽപൂട്ട് തകർത്തുമല്ല. അതിനാൽ ആനീസിന് പരിചയമുള്ള ആരോ കൊലപാതകത്തിന് പിന്നിലുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. 2020 ഡിസംബറിലാണ് ക്രൈംബ്രാഞ്ച് കേസന്വേഷണം ഏറ്റെടുക്കുന്നത്. കേസന്വേഷണം CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട ആനീസിന്റെ മകൻ അന്തോണീസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച തലമുടി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രതികളായി സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നവരുടെ DNA പരിശോധനാ ഫലം ലഭിച്ചാൽ മറ്റു തെളിവുകൾ ശേഖരിക്കാനാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂരിലെ SN പുരത്ത് ഒരു വീട്ടിൽ നിന്നും 2 സ്ഥാനാർത്ഥികൾ. അച്ഛനും മകനും സ്ഥാനാർത്ഥികളായി രംഗത്തിറങ്ങിയതോടെ തിരഞ്ഞെടുപ്പ് ഇവർക്ക് കുടുംബകാര്യമാണ്. UDF സ്ഥാനാർത്ഥികളായാണ് അച്ഛന്റെയും മകന്റെയും മത്സരം. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ 20ാം വാർഡിലാണ് UDF സ്ഥാനാർത്ഥിയായി പിതാവ് KR അശോകൻ മത്സരിക്കുന്നത്. മകൻ KA മാനവേന്ദ്രൻ 22ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റായ KR അശോകൻ 2000 മുതൽ 2015 വരെ 3 വട്ടം പഞ്ചായത്ത് അംഗമായിരുന്നു. ഭിന്നബിലിറ്റി ഉള്ള ഒരാള് വരണം എന്ന് വാശി പിടിച്ചു. അപ്പൊ എനിക്ക് തോന്നി ഇത് അപരമത വിദ്വേഷം ഈ നാട്ടിൽ പരത്തുന്ന ആളുകളെ ഒഴിവാക്കണം എന്ന് എൻ്റെ ഒരു അദമ്യമായ മോഹമാണ്. ഈ ജനാധിപത്യം ഇവിടെ ഉണ്ടാവണം, മതേതരത്വം പുലരണം. എൻ്റെ മകൻ ഒരു കോൺഗ്രസ്സുകാരനായി ഈ നാട്ടിൽ എല്ലാവരും ഒന്നിച്ച് ജീവിക്കണം, ഒന്നിച്ച് മരിക്കണം എന്ന് പറയുന്ന ആ ഒരു പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നത് എനിക്ക് അതിയായ അഭിമാനമാണ്. അതിൽ അവൻ സ്ഥാനാർത്ഥിയായാലും എനിക്ക് അഭിമാനമുണ്ട്. എനിക്ക് ഈ വാർഡിനെ കുറിച്ച് ഒരു സങ്കടവുമില്ല. ഇത് എൻ്റെ കയ്യിൽ തന്നെയാണ്. അശോകന്റെ മകൻ മാനവേന്ദ്രൻ 22കാരനായ നിയമ വിദ്യാർത്ഥിയാണ്. മലയാളം, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദത്തിനും പഠിച്ചു വരികയാണ് 22 വയസ്സുകാരനായ ഈ സ്ഥാനാർത്ഥി. രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ ജാഗ്രത വേണ്ടുന്ന ഒരു കാലമാണിത്. പാരമ്പര്യം, പൈതൃകം അത് ഉണ്ട്. കണിശമായിട്ടും അതൊരു വലിയ പ്രചോദനം ആണ്. അതാണ് മാത്രമല്ല വിന്നബിലിറ്റി അതിലൊരു ഘടകമാണ്. ചെറുപ്പക്കാരൻ എന്ന രീതിയിൽ ഉപരി ജനങ്ങളുടെ പ്രശ്നങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഇടപെടാനും അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ട്. നമ്മളത് കണിശമായിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എടുത്ത് ചെയ്യും. ഞങ്ങളിവിടെ 323 വോട്ടിനാണ് എൻ്റെ പിതാവ് മത്സരിക്കുമ്പോൾ ജയിച്ചത്. അത്ര വലിയ ഭൂരിപക്ഷം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്, ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ്. നിശ്ചയമായിട്ട് ഞങ്ങൾ ചെയ്യും. അച്ഛന്റെ പാത പിന്തുടർന്ന മകന് വഴികാട്ടിയായി അച്ഛനും തിരഞ്ഞെടുപ്പ് ഗോതയിൽ അംഗത്തിനിറങ്ങുമ്പോൾ ഇരുവർക്കും ശുഭപ്രതീക്ഷയാണുള്ളത്. തൃശൂർ സാംസ്കാരിക തലസ്ഥാനമാണെങ്കിൽ ഇരിങ്ങാലക്കുട കലകളുടെ സാംസ്കാരിക തലസ്ഥാനമാണെന്ന് പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് ജയരാജ് വാര്യർ. തൃശൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവം ഇരിങ്ങാലക്കുടയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മേള നവംബർ 21 വെള്ളിയാഴ്ച സമാപിക്കും. കൗമാരക്കാരായ കുട്ടികൾ മയക്കുമരുന്നിന്റെയും രാസലഹരിയുടെയും ചിറകിലാണ് പറക്കുന്നത്. കലാപ്രവർത്തനം നടത്തുന്ന കുട്ടികൾ അവർക്ക് മാതൃകയാവണം. രാസലഹരിയെയും മയക്കുമരുന്നിനെയും ലഹരിയായി എടുക്കാതെ കലാപ്രവർത്തനങ്ങളെ ലഹരിയായി എടുക്കണമെന്നും ജയരാജ് വാര്യർ കൂട്ടിച്ചേർത്തു. തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനമാണെങ്കിൽ ഇരിങ്ങാലക്കുട കലകളുടെ സാംസ്കാരിക തലസ്ഥാനമാണ്. ഇന്നിപ്പോൾ കൗമാരങ്ങൾ, നമ്മുടെ മക്കളുടെ മക്കൾ എന്നും പറയാം, ആ കുട്ടികളെല്ലാം തന്നെ മറ്റൊരു ലഹരിയിലാണ്. അത് മയക്കുമരുന്നിൻ്റെയും അതുപോലെ സിന്തറ്റിക് രാസലഹരിയുടെയും ചിറകിലാണ് അവർ പറക്കുന്നത്. യഥാർത്ഥത്തിൽ കലാപ്രവർത്തനം നടത്തുന്ന കുട്ടികൾ അവർക്ക് മാതൃകയാവണം. ഈ രാസലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും ആ ലഹരി അല്ല വേണ്ടത്. കലാപ്രവർത്തനങ്ങളെ ഒരു ലഹരിയായി എടുക്കുകയാണ് വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഇരിക്കുന്ന ഈ ആചാര്യന്മാരെ വെറുതെ ഒന്ന് നോക്കി അവരാരാണ് എന്ന് വെറുതെ ഒന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. അവരുടെ ഇടയിൽ അത്ര വലിയ കലാകാരനൊന്നും അല്ലാത്ത ഞാനും കലയെ ലഹരിയായി എടുത്ത ആളാണ്. കലാപ്രവർത്തനം കൊണ്ട് എങ്ങനെ ജീവിക്കാം എന്ന് പഠിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കൗമാരങ്ങൾ, ഇത് കൗമാരങ്ങളുടെ ഉത്സവമാണല്ലോ. കൗമാരങ്ങളെല്ലാവരും മറ്റെല്ലാ ലഹരിയും വിട്ട് കലയുടെ ലഹരിയിൽ മുഴുകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ
തൃശൂർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ PM ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ, കൂടിയാട്ട കലാകാരൻ വേണുജി, കഥകളി കലാകാരൻ കലാനിലയം രാഘവനാശാൻ, കഥകളി കലാകാരൻ സദനം കൃഷ്ണൻകുട്ടി, കൂടിയാട്ട കലാകാരൻ അമ്മന്നൂർ പരമേശ്വര ചാക്യാർ, സിനിമാ സംവിധായകൻ പ്രേംലാൽ, പ്രശസ്ത ചിത്രകാരി കവിത ബാലകൃഷ്ണൻ, കേരള സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം രേണു രാമനാഥൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. നവംബർ 18, 19, 20, 21 തീയതികളിൽ ഇരിങ്ങാലക്കുടയിലെ വിവിധ വിദ്യാലയങ്ങളിലായി നടക്കുന്ന മേളയിൽ UP തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിഭാഗങ്ങളിലാണ് മത്സരം നടക്കുന്നത്. 12 ഉപജില്ലകളിൽ നിന്നായി 8000-ഓളം കലാപ്രതിഭകൾ ഈ മേളയിൽ മാറ്റുരയ്ക്കും. മേള നവംബർ 21 വെള്ളിയാഴ്ച സമാപിക്കും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. യുവാവിന്റെ 4 പവൻ തൂക്കം വരുന്ന സ്വർണമാല മോഷ്ടിച്ച കേസിൽ പ്രതിയായ വയോധിക അറസ്റ്റിൽ. കല്ലേറ്റുങ്ങര സ്വദേശി കുഴുവേലി വീട്ടിൽ റോസിയെയാണ് അറസ്റ്റ് ചെയ്തത്. ആളൂർ കല്ലേറ്റുങ്ങരയിലുള്ള ആശുപത്രിയിൽ സോഷ്യൽ വർക്കറായ നടത്തറ സ്വദേശി പാലത്തിങ്കൽ വീട്ടിൽ ജോജോ തോമസ് എന്നയാൾ ക്യാബിനിൽ ഊരിവച്ചിരുന്ന 4 പവൻ തൂക്കം വരുന്ന സ്വർണമാലയാണ് ശനിയാഴ്ച വൈകിട്ട് മോഷ്ടിച്ചത്. ആളൂർ പോലീസ് സ്റ്റേഷൻ SHO ഷാജിമോൻ V, SI ബെന്നി, GSIമാരായ സുമേഷ്, ജയ്സൺ, ജയകുമാർ, GASIമാരായ മിനിമോൾ, ബിന്ദു, GSCPOമാരായ സുനന്ദ്, ആകാശ്, രാകേഷ്, വിശാഖ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടകര പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KJ ഡിക്സൺ, PR പ്രസാദൻ, KC ജെയിംസ്, CM ബബീഷ്, കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം KO വർഗീസ്, NCP മണ്ഡലം പ്രസിഡന്റ് PS വിജയൻ, KD അപ്പച്ചൻ, അമ്പിളി സോമൻ, അൻവർ സാദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. LDF കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ PR പ്രസാദൻ, KC ജെയിംസ്, CM ബബീഷ്, KO വർഗീസ്, KV സുരേന്ദ്രൻ, PS വിജയൻ, KD അപ്പച്ചൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മാള ഡിവിഷൻ LDF സ്ഥാനാർത്ഥി MR അപ്പുക്കുട്ടൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ ജില്ലാ കളക്ടർക്കാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. CPI ദേശീയ കൗൺസിൽ അംഗം K രാജൻ, CPI സംസ്ഥാന കമ്മിറ്റി അംഗം KV വസന്തകുമാർ, CPI സംസ്ഥാന കമ്മിറ്റി അംഗം ടൈസൺ, CPI മാള മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം VM വലസൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPI മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രകടനമായാണ് LDF സ്ഥാനാർത്ഥികളും പ്രവർത്തകരും കൊടുങ്ങല്ലൂർ നഗരസഭയിൽ എത്തിച്ചേർന്നത്. VR സുനിൽകുമാർ MLA, LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, CPIM ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KS കൈസാബ്, അഷറഫ് സാബാൻ, TP പ്രഭേഷ്, ഷീല രാജ്കമൽ, CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PB ഗൈസ്, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ നവാസ് കാട്ടകത്ത്, സുമാ ശിവൻ എന്നിവർ നേതൃത്വം നൽകി. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കൊടകര പഞ്ചായത്തിൽ മത്സരിക്കുന്നതിനായുള്ള സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും നേതാക്കൾക്കും പ്രവർത്തകർക്കൊപ്പം എത്തിയാണ് സ്ഥാനാർത്ഥികൾ പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു G നായർക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, നേതാക്കളായ MK ഷൈൻ, സദാശിവൻ കുറുവത്ത്, VR രഞ്ജിത്ത്, ബാബു കൊട്ടേക്കാട്ടുകാരൻ, PK അരുൺ, ബൈജു അറക്കൽ എന്നിവർ നേതൃത്വം നൽകി. 17 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. KCBC വനിതാ കമ്മീഷന്റെ ഇരിങ്ങാലക്കുട രൂപതാതല വനിതാ സംഗമം ആളൂർ BLM സെന്ററിൽ സംഘടിപ്പിച്ചു. രൂപത അധ്യക്ഷൻ ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് രൂപത ബിഷപ്പും KCBC വനിതാ കമ്മീഷൻ ചെയർമാനുമായ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. KCBC വനിതാ കമ്മീഷൻ സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ബിജു കളത്തിങ്കൽ, സെക്രട്ടറി ഡോക്ടർ ജിബി വർഗീസ്, വനിതാ കമ്മീഷൻ ഇരിങ്ങാലക്കുട രൂപത ഡയറക്ടർ ഫാദർ ഡോക്ടർ ആന്റോ കരിപ്പൈ, ഫാദർ വിൽസൺ കൂനൻ എലവത്തിങ്കൽ, അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ, മിനി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ഇനി എൻ്റെ പഞ്ചായത്ത് എന്ന പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയാണ്. ഇപ്പോൾ ആളൂർ ഗ്രാമപഞ്ചായത്ത്. മാള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഗ്രാമപഞ്ചായത്താണ് ആളൂർ.
മുകുന്ദപുരത്തിനും ചാലക്കുടിക്കും ഇടയിലുള്ള ഈ പ്രദേശത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കിനി നോക്കാം. സ്വാഗതം. എൻ്റെ പഞ്ചായത്ത് ആളൂർ. ചാലക്കുടി താലൂക്കിലെ ഒരു പഞ്ചായത്തും റവന്യൂ ഗ്രാമവുമാണ് ആളൂർ. ഇരിങ്ങാലക്കുടയ്ക്കും ചാലക്കുടിക്കും മധ്യേയുള്ള പ്രദേശം. കല്ലേറ്റുംകരയിലാണ് ഭരണസിരാ കേന്ദ്രം. ചരിത്രപരമായി മഹോദയപുരമെന്ന ചേര രാജവംശവുമായുള്ള ബന്ധങ്ങൾ ആളൂരിനുണ്ട്. ആളൂർ പഞ്ചായത്തിൻ്റെ തെക്ക് ഭാഗങ്ങൾ അവിട്ടത്തൂർ ഗ്രാമത്തിൽ ഉൾപ്പെടുന്നു. AD 800 മുതൽ AD 1102 വരെ ചേര സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു ഈ പ്രദേശമെന്ന് ആളൂർ പഞ്ചായത്തിലെ താഴേക്കാട് പള്ളിയിൽ നിന്നുള്ള 11ാം നൂറ്റാണ്ടിലെ രാജസിംഹ പെരുമാനടികളുടെ ലിഖിതത്തിൽ നിന്ന് വ്യക്തമാണ്. 1342 മുതൽ 1762 വരെ ഈ പ്രദേശം അരുണനാടിൻ്റെ ഭാഗമായിരുന്നു. 1762 കൊച്ചി രാജ്യം മാപ്രാണം നാടും നന്ദിലത്ത് നാടിൻ്റെ ചില ഭാഗങ്ങളും മുകുന്ദപുരം നാടും ചേർത്ത് മുകുന്ദപുരം താലൂക്ക് രൂപീകരിച്ചു. ശക്തൻ തമ്പുരാൻ പഴയ മുകുന്ദപുരം താലൂക്കിനെ 6ആയി വിഭജിച്ചു. താഴേക്കാട്, അരിപ്പാലം, മുകുന്ദപുരം, മാപ്രാണം, പാലത്തിങ്ങൽ അഥവാ നന്ദിക്കര, പുതുക്കാട് എന്നിവയായിരുന്നു അവ. ജലസമ്പുഷ്ടതയാൽ അനുഗ്രഹീതമായ ഗ്രാമപ്രദേശമാണ് ആളൂർ. കാർഷിക ഗ്രാമമായ ഈ പഞ്ചായത്ത് മാള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്നു. 23 വാർഡുകളായി തിരിച്ച ആളൂർ ഗ്രാമപഞ്ചായത്ത് ജനാവശ്യങ്ങൾക്കൊപ്പം അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് ഭരണപക്ഷത്തിൻ്റെ വാദം. കഴിഞ്ഞ 4.5 കൊല്ലം ലൈഫ് പദ്ധതി, സ്ട്രീറ്റ് ലൈറ്റ്, റോഡ് പുനർനിർമ്മാണം തുടങ്ങിയവ നടപ്പാക്കിയതായി പ്രസിഡന്റ് ജോജോ അഭിപ്രായപ്പെട്ടു. ആളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി 2020 ഡിസംബർ മാസം അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 4 വർഷം 5 മാസം ആവുകയാണ്. ഇതിനിടയിൽ കോവിഡ് കാലഘട്ടം കഴിഞ്ഞു. ലോകം മുഴുവൻ സ്തംഭിച്ച ആ കാലഘട്ടത്തിൽ ഒരു ഗ്രാമപഞ്ചായത്ത് ഏതെല്ലാം കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. കേരളത്തിൽ തന്നെ ആളൂർ പഞ്ചായത്ത് ചെയ്ത പ്രവർത്തനങ്ങളെ നോക്കി പറയുകയാണെങ്കിൽ ഏറ്റവും നന്നായി ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ അനിവാര്യ ചുമതലകൾ കൃത്യമായി മനസ്സിലാക്കി അനിവാര്യ ചുമതലകളിൽ ഇടപെടാൻ ശ്രമിച്ചു. സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തിക്കുന്നത്, ഒരാളും ഇന്ന് വരെയും ഒരു പരാതി പറയാത്ത രീതിയിൽ, ഒരു ലൈറ്റ് കത്തുന്നില്ല എന്ന് വിളിച്ചു പറയാത്ത രീതിയിൽ പകൽ പോലെ രാത്രി കാലങ്ങളിൽ ആളൂർ പഞ്ചായത്തിലെ ഏത് പ്രദേശത്തും പോയാലും വെളിച്ചമുണ്ട് എന്ന് ധൈര്യത്തോടുകൂടി പറയാൻ കഴിയും. അതുപോലെ തന്നെ സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ, ഏറ്റവും നല്ല റോഡുകൾ ആളൂർ പഞ്ചായത്തിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പരമാവധി റോഡുകൾക്ക് BMBC റോഡുകൾ നമ്മുടെ പഞ്ചായത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഒപ്പം തന്നെ പഞ്ചായത്ത് ടാറിങ്ങും അതുപോലെ കോൺക്രീറ്റിങ്ങും ടൈലും എല്ലാം ഇട്ട് പുതിയ കാലഘട്ടത്തിൽ ആവശ്യപ്പെടുന്ന രീതിയിൽ വലിയൊരു മുന്നേറ്റം, സഞ്ചാരയോഗ്യമായ റോഡുണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അംഗനവാടികൾ 41 അംഗനവാടികളിൽ 36 അംഗനവാടികളും സ്മാർട്ട് അംഗനവാടികളായിട്ട് മാറ്റാൻ കഴിഞ്ഞു. സ്വന്തമായി കെട്ടിടമില്ലാത്ത ഇനി 4 അംഗനവാടികൾ കൂടി ബാക്കിയുണ്ട് എന്ന് തുറന്നു പറയുകയാണ്. ബാക്കി 37 അംഗനവാടികൾക്ക് സ്വന്തമായി കെട്ടിടവും സ്ഥലവുമുള്ള പഞ്ചായത്തായിട്ട് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക മേഖലയിൽ കൃഷിക്ക് തരിച്ച് കിടക്കുന്ന ഭൂമികളെല്ലാം തരിച്ച് മാറ്റുന്നതിന് വേണ്ടി വലിയ പരിശ്രമം നടത്തി. 23 വർഷം തരിച്ച് കിടന്നിരുന്ന കൊച്ചിപ്പാടം, ചെമ്മിൻചാലിൻ്റെ ഭാഗമായുള്ള കൊച്ചിപ്പാടം 3 വർഷം തുടർച്ചയായിട്ട് കൃഷി ഇറക്കി. വളരെ ലാഭകരമാണ്. തുടങ്ങി വയ്ക്കാനായിട്ട് പ്രൈവറ്റായിട്ട് നമ്മുടെ കല്ലേറ്റങ്കരയിലെ പൈലറ്റ് സ്മിത്ത് എന്ന് പറയുന്ന കമ്പനിയുടെ മുതലാളി തന്നിട്ടുള്ള 85,000 രൂപ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് പണി നമ്മുടെ ഫ്രണ്ട്സ് ക്ലബ്ബ് കല്ലേറ്റങ്കര അവരുടെ നേതൃത്വത്തിൽ പണി ആരംഭിച്ചു. ഇപ്പോൾ 23 വർഷം തരിച്ചു കിടന്നിരുന്ന നെൽകൃഷിപ്പാടം യോഗ്യമാക്കി മാറ്റി എന്നുള്ളതാണ്. അതുപോലെ കാര്യക്കാട്ട് ചിറയിലും അതുപോലെ കണ്ണമ്പുഴ പാടത്തുമൊക്കെ നമ്മൾ കൃഷി ഇറക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ തരിച്ച് കിടക്കുന്ന കൃഷി സ്ഥലങ്ങളെല്ലാം കൃഷിയോഗ്യമാക്കി മാറ്റുക എന്ന പണിയും ഒപ്പം തന്നെ നിലവിലെ നെൽകർഷകർക്ക് വേണ്ടിയിട്ടുള്ള നിരവധി പ്രോജക്റ്റുകൾ നെൽകർഷകരെ
തിരിച്ചു വിളിച്ച് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പുതിയ കാലഘട്ടത്തിൽ കൊയ്യാൻ ആളെ കിട്ടാനില്ല, ഞാറ് നടാൻ ആളെ കിട്ടാനില്ല. അപ്പോൾ അവർക്ക് മിഷനുകൾ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട്, മിഷനറി ഇറക്കുന്നതിന് വേണ്ടി റാമ്പുകൾ, അതുപോലെ കൾവർട്ടുകൾ, ഇതെല്ലാം ആയിരുന്നു അവരുടെ ആവശ്യം. ഈ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ കഴിഞ്ഞു. നെൽകർഷകരുടെ സംതൃപ്തി നല്ലവണ്ണം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു പരാതിയും ഇല്ലാതെ കൃഷിക്കാർ സന്തോഷത്തിലാണ് എന്നുള്ളതിലാണ് എനിക്ക് അഭിമാനത്തോട് പറയാൻ കഴിയുന്നത്. മറ്റ് കൃഷികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കി പുരയിട കൃഷി എന്നുള്ള രീതിയിൽ, അതുപോലെ ജാതി കർഷകർ കൂടുതലുള്ള പഞ്ചായത്താണ്. ജാതി മരങ്ങൾക്ക് കേടുവരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ തെളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം പ്രോജക്റ്റുകൾ. അപ്പോൾ കൃഷി ആകെ പരിപാലിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മൃഗസംരക്ഷണ രംഗത്ത് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു വെറ്റിനറി ലാബ് ആളൂർ പഞ്ചായത്തിലാണ് ഉള്ളത്. അത് നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ്. ക്ഷീര കർഷകർക്ക് വലിയ ആശ്വാസം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഈ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി തൊഴിൽ സഭ രൂപീകരിച്ച പഞ്ചായത്തിൻ്റെ പേര് ആളൂരിൽ നിന്നാണ്. നൂറുകണക്കിന് അഭ്യസ്തവിദ്യരായിട്ടുള്ള തൊഴിലന്വേഷകർക്ക് വലിയ സഹായമായിട്ട് മാറിയിട്ടുണ്ട്. ഒരു 200-നടുത്ത് പുതിയ സംരംഭങ്ങൾ പഞ്ചായത്തിൻ്റെ സഹകരണത്തോട് കൂടിയിട്ട് ചെറുപ്പക്കാർക്ക് സംരംഭങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നേതൃത്വപരമായിട്ട് പങ്ക് ആളൂർ ഗ്രാമപഞ്ചായത്ത് നിർവഹിച്ചിട്ടുണ്ട്. ക്രിമിറ്റോറിയം, പോലീസ് സ്റ്റേഷൻ തുടങ്ങിയവയുടെ നിർമ്മാണം വരും കാലങ്ങളിൽ പൂർത്തീകരിക്കുമെന്നാണ് ഭരണസമിതിയുടെ നിലപാട്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട അനിവാര്യ ചുമതലയിൽ ചിലത് നല്ലൊരു മാർക്കറ്റ്, അറവുശാല, ക്രിമിറ്റോറിയത്തിൻ്റെ കാര്യത്തിൽ ഇതേ വിഷയം തന്നെയായിരുന്നു. പക്ഷേ മാള ബ്ലോക്കിനകത്ത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. മാള ബ്ലോക്കിനകത്ത് ആദ്യമായിട്ട് ആളൂർ പഞ്ചായത്തിൽ ക്രിമിറ്റോറിയം ഇപ്പോൾ നിർമ്മാണത്തിൻ്റെ പകുതിയായി നിൽക്കുന്നുണ്ട്. 2 മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രിമിറ്റോറിയം സ്വന്തമായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് വലിയ ആവശ്യമാണ്. 3 സെൻറ്റ് ഭൂമിയുള്ള ആളുകൾ, 10 സെൻറ്റ് താഴെ ഭൂമിയുള്ള ആളുകൾ, അവരവരുടെ തന്നെ പുരയിടത്തിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമില്ലാത്ത കുറവുണ്ട്. ഇത് SNDP, അതുപോലെ KPMS തുടങ്ങിയിട്ട് സംഭവ സഭ, എല്ലാ സമുദായ സംഘടനകളും ഗ്രാമപഞ്ചായത്തിനോട് ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടതാണ്. അത് നേടിയെടുക്കാൻ, സ്വായത്തമാക്കിയെടുക്കാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞു. ശവസംസ്കാരം നടത്തുന്നെങ്കിൽ ചാലക്കുടി കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇരിഞ്ഞാലക്കുട കൊണ്ടുപോകണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ബോഡി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിൽ പറ്റില്ല എന്നുള്ള മനോഭാവത്തിലായിരുന്നു നാളിതുവരെ ആളൂർ പഞ്ചായത്ത് ജനങ്ങൾ. പക്ഷേ തുരുത്തിപ്പറമ്പിലെ നല്ലവരായിട്ടുള്ള കുറേ കൂടി വിദ്യാസമ്പന്നരും സാംസ്കാരികമായിട്ട് അവരുടെ കൂടെ നല്ല സഹകരണം ഉള്ളത് കൊണ്ടാണ് അവിടെ ക്രിമിറ്റോറിയം പണിയാനായിട്ട് ജനങ്ങൾ സമ്മതിച്ചത്. അതൊരു പോസിറ്റീവായിട്ട് കാരണം പഞ്ചായത്തിൻ്റെ പ്രത്യേകം അഭിനന്ദനങ്ങൾ ഈ കാര്യത്തിൽ തീരുമാനമെടുത്ത ജനങ്ങൾക്ക് നൽകുകയാണ്. ഇതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റും അറവുശാലയും അതുപോലെയുള്ള കാര്യങ്ങളിൽ MCF ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ സഹകരണം ഉണ്ടാവണം എന്നുള്ളതാണ് പൊതുവെ പറയാനായിട്ടുള്ളത്. എന്നാൽ പ്രതിപക്ഷം ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ്. വിഭാവനം ചെയ്ത പദ്ധതികളിൽ പലതും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നും മുൻകാലങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതികളുടെ പൊലിമ പറഞ്ഞാണ് ഇന്നും നിലനിൽക്കുന്നതും എന്നുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചു. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭരണം 4 വർഷം പിന്നിട്ടുക. അടുത്ത് നമ്മൾ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോണ സമയമായി. ആളൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു കാണിക്കാവുന്ന ഒരു വികസനവും ഉണ്ടെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല. കാരണം ജനങ്ങളുടെ അടിസ്ഥാന വികസനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം, വെള്ളം, വെളിച്ചം, റോഡ്. ഈ 3 കാര്യത്തിൽ എന്ത് പുരോഗതി ഉണ്ടായെന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഏതെങ്കിലും ഒരു ചിത്രം അടയാളപ്പെടുത്തുക, ഏതെങ്കിലും ഒരു കല്ലിട്ട് അവിടെ പ്രസിഡൻറ്റിൻ്റെ പേര്, മറ്റുള്ളവരുടെ പേര് എഴുതി വയ്ക്കാൻ ആളൂർ പഞ്ചായത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്കറിയാം എവിടെ വികസനം എത്തിയെന്ന്. റോഡുകൾ നമുക്കറിയാം, പുതിയ റോഡുകൾ ഒന്നും തന്നെ പുതിയ റോഡുകൾ വന്നിട്ടില്ല. മാത്രമല്ല ഉള്ള റോഡുകളൊക്കെ ജലജീവൻ്റെ പേര് പറഞ്ഞ് മുഴുവൻ പൊളിച്ചിട്ടൊക്കെയാണ്. ജനങ്ങൾ എന്നും പ്രതിസന്ധി പ്രശ്നത്തിലാണ് നിൽക്കുന്നത്.
ഇപ്പോൾ നിങ്ങൾ ഇതിൽ കൂടെ കടന്നു വന്ന് പറയാം ഒരു കാരിച്ചിറ ബണ്ട് റോഡ് 4 വർഷം മുമ്പ് അരുണം മാഷ് ഉദ്ഘാടനം ചെയ്തതാണ്. MLA ആയിരിക്കുമ്പോൾ 2 കോടി രൂപ റീബിൽഡ് കേരളയിൽ അനുവദിച്ച റോഡാണ്. ആ റോഡ് ഇപ്പോഴും കിടക്കുന്ന അവസ്ഥ കണ്ടില്ലേ? ഇപ്പോൾ അതിൻ്റെ ടെൻഡറൊക്കെ ആയെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഇനിയിപ്പോൾ 3-4 മാസമുള്ളൂ, എവിടെ എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ റോഡ് വേറെ റോഡല്ല, വെളിച്ചം എന്ന് വെച്ചാൽ നിലവിൽ വിട്ടിട്ടുള്ള ഒരു വെളിച്ചത്തിന് സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. പഴയ കാലത്തുള്ള ആ സംവിധാനം മാത്രമുള്ളൂ. അടിസ്ഥാന സൗകര്യങ്ങൾ അതൊക്കെയല്ലേ. വെള്ളം, വെളിച്ചം, റോഡ്. വെള്ളത്തിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ജലജീവൻ്റെ പൈപ്പ് ഇട്ട് പോയിട്ടുണ്ട്, എല്ലാ റോഡും നാശാക്കിയിട്ടുണ്ട്. ഇനി എത്ര കൊല്ലം വരണം, എത്ര വർഷം വരണം ആ വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഒരു രൂപമില്ലാത്ത അവസ്ഥയാണ്. പിന്നെ നമ്മളൊരു വികസനം എന്ന് പറഞ്ഞാൽ ഒരു 10 പേർക്ക് തൊഴിൽ കിട്ടാവുന്ന ഒരു സ്ഥാപനം പോലും ഈ ആളൂർ പഞ്ചായത്തിൽ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയും വർഷമായിട്ടില്ല. ഇപ്പോൾ 9 വർഷത്തോളമായി LDF ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. ഒരു 10 പേർക്ക് തൊഴിൽ കിട്ടാവുന്ന അതൊക്കെയല്ലേ സൗകര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന മറ്റുള്ള കാര്യങ്ങൾ. ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കറിയാം കെ കരുണാകരൻ ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നു, ഇവിടുത്തെ MLA ആയിരുന്നു. ഇപ്പോൾ ആളൂർ പഞ്ചായത്തിൽ നമുക്കറിയാം കേരള ഫീഡ്സ് കമ്പനി ഏറ്റവും വലിയ കമ്പനിയാകും. ഒരുപാട് തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരു കമ്പനിയായി മാറിയിരിക്കുകയാണ് ആ കേരള ഫീഡ്സ് കൊണ്ടുവന്ന് കെ കരുണാകരൻ. പിന്നെ മോഡൽ പോളിടെക്നിക് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാൻ ഏറ്റവും വലിയ സ്ഥാപനമാണത്. അത് കൊണ്ടുവന്ന് കെ കരുണാകരനാണ്. ഇപ്പോൾ പിഗ്മെൻറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ് കമ്പനി വലിയ കമ്പനിയാണത്. ആ കമ്പനി കൊണ്ടുവന്ന് കെ കരുണാകരനാണ്. പിന്നെ ഇവിടെ ലിഫ്റ്റിഗേഷൻ, വെള്ളാഞ്ചൽ ലിഫ്റ്റിഗേഷൻ പോലത്തുള്ള പദ്ധതികൾ ഇതൊക്കെ കൊണ്ടുവന്നത് UDFൻ്റെ കാലത്തും കെ കരുണാകരനെ പോലുള്ള നേതാക്കൾ കൊണ്ടുവന്നതാണ്. ഇവിടെ ആളൂർ പഞ്ചായത്തിൽ എടുത്ത് പറയട്ടെ, LDF തുറന്ന് പറയട്ടെ ഏതെങ്കിലും കാര്യം ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ക്രിമിറ്റോറിയം, ഇപ്പോൾ ചാലക്കുടിയിലാണ് നമ്മളൊക്കെ ഈ ആളൂർ പഞ്ചായത്തിലെ പലരും ആശ്രയിക്കുന്നത്. ചാലക്കുടിയെ ആശ്രയിച്ചിരിക്കുന്നത് ഒരുപാട് ഏരിയ ഉള്ളത്. ഇപ്പം നമുക്കറിയാം തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തിന് ഈ ആളൂർ പഞ്ചായത്ത്. മറ്റൊരു പഞ്ചായത്ത് ആളൂർ പഞ്ചായത്തിന് ഏറ്റവും വലിയ 24 വാർഡുള്ളൊരു പഞ്ചായത്തല്ലേ. ഇവിടെ അങ്ങനെയുള്ള സംവിധാനം. ഇപ്പോൾ ക്രിമിറ്റോറിയത്തിൻ്റെ പേര് പറഞ്ഞ സ്ഥലം എടുത്തു പദ്ധതികൾ എന്ന് പറയാനൊക്കെ പറയും. ഞാൻ പറയുന്നത് ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് കഴിയണം. അല്ലാതെ നമ്മളത് ചെയ്ത് ഇപ്പോൾ റോഡിൻ്റെ റോഡുകൾ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തില്ല. 4 കൊല്ലം മുമ്പ് ഉദാഹരണമായിട്ട് പറഞ്ഞ റോഡ് ഉദ്ഘാടനം ചെയ്തു. ആ റോഡിൽ ഒന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പല പദ്ധതികളും ആളൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഇരുട്ടി തപ്പുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഒരു വികസനം നമുക്ക് നമുക്ക് എത്ര ചെറുപ്പക്കാർ പിള്ളേരുണ്ട്, ഇപ്പോൾ യുവാക്കളുണ്ട്. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിൽ പദ്ധതികളോ അല്ലെങ്കിൽ തൊഴിൽ കാര്യങ്ങളോ ഒന്നും ചെയ്യാനായിട്ട് ഇതുവരെ പഞ്ചായത്തിന് കഴിഞ്ഞില്ല. ഒരു റോഡുകളുടെ കാര്യത്തിൽ തന്നെ ഇപ്പോൾ പല വർക്കുകൾ സ്പിൽ ഓവറായിട്ട് വർക്ക് പോവാണ്. കാരണം എന്താ പറയുക, ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ലാഭമാണ്. കാരണം കോൺട്രാക്ടർമാർ റോഡ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ടർമാരില്ലാതെയായി. ഇപ്പോൾ ആളൂർ പഞ്ചായത്തിൽ 4 കോൺട്രാക്ടർമാരിൽ ആകെ ഒരാൾ മാത്രം ഇപ്പോൾ കോൺട്രാക്ട് എടുക്കുന്ന റോഡുകൾ. കാരണം കഴിയുന്നില്ല, അവർക്ക് ഫണ്ട് കിട്ടുന്നില്ല. ഇപ്പോൾ റീബിൽഡ് കേരള റോഡ് പകുതി പണി കഴിഞ്ഞാൽ കാരിച്ചിറ ബണ്ട് റോഡ് ആ കോൺട്രാക്ട് ഇട്ടുകൊണ്ട് പോയി ചെയ്തത്. അപ്പോൾ ആ റോഡുകളൊക്കെ പുനർനിർമ്മിച്ച് പോകാനോ അല്ല ഫണ്ടുകൾ കിട്ടാത്ത അവസരമാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ട്രഷറിയിൽ കാശില്ല എന്ന് പറയും. അപ്പോൾ ആ പണികൾ അവിടെ സ്റ്റക്കായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല റോഡുകളുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ആളൂർ പഞ്ചായത്തിൽ തന്നെ എത്ര ഫണ്ട് സ്പിൽ ഓവറായിട്ട് കഴിഞ്ഞ വർഷത്തെ പോയി. കാരണം പണി ചെയ്യാനായിട്ട് കോൺട്രാക്ടർമാർ എടുക്കുന്നില്ല. ഇപ്പോൾ ഞാൻ അന്വേഷിച്ച് പറഞ്ഞ കോൺട്രാക്ടർമാർ ഞങ്ങൾക്ക് എടുത്തിട്ട് ഫണ്ട് കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, ഞങ്ങൾക്ക് വേണ്ടമാനം കടം സർക്കാരിൽ നിന്ന് കിട്ടാനുണ്ട്, ഫണ്ട് കിട്ടാനുണ്ട്, ഇനി ഞങ്ങൾ ഈ ഫീൽഡിലില്ല എന്ന് പറഞ്ഞ് പലരും വെച്ചൊഴിഞ്ഞ് പോയിരിക്കുകയാണ്. അപ്പോൾ എവിടെ വികസനം നടക്കും? ഇപ്പോൾ ഞാൻ പറയും, എൻ്റെ ഇപ്പോൾ ഈ വാർഡിൽ ഇപ്പോൾ കഴിഞ്ഞൊരു 9 വർഷം മുമ്പ് തോമസ് ഉണ്ണി ആണ്ടായിരിക്കുമ്പോഴാണ് ഒരു കമ്മ്യൂണിറ്റി ഹാൾ കൊണ്ടുവന്നത്. എടുത്തു പറയാവുന്ന ഒരു പേരെഴുതി ഒരു കല്ലും പേരെഴുതി വെച്ചേക്കണ ഒരു ഇതുള്ളത് ഈ വാർഡിൽ ഇപ്പോൾ അതാണ് കാണുന്നത്. കാരണം നിങ്ങൾ അന്വേഷിച്ചറിയാൻ പറ്റും. ആളൂർ പഞ്ചായത്തിൽ അങ്ങനെ ഏതൊക്കെ വികസനം എന്തൊക്കെയുണ്ടെന്ന് നമുക്കത് അന്വേഷിച്ചാൽ നമുക്കറിയാം. ടോട്ടൽ എല്ലാവരെ കുറിച്ച് അന്വേഷിച്ചാൽ നമുക്കറിയാം. പിന്നെ ഏത് കാര്യത്തിലാണ് ഇവിടെ വികസനം നടന്നത്? പല പദ്ധതികളും വാക്കുകളിലും രേഖകളിലും മാത്രം ഒതുങ്ങിപ്പോകുന്നു. ജലജീവൻ മിഷന്റെ തുടർ നടപടികൾ മുന്നോട്ടു പോകാത്ത സാഹചര്യത്തിൽ വഴിയും വെള്ളവും രണ്ടും ജനത്തിന് ഉപകാരപ്രദം ആകുന്നില്ലെന്ന് മാത്രമല്ല, ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. കാര്യമായി ഒന്നും തന്നെ ഈ ഭരണസമിതി നടപ്പാക്കിയിട്ടില്ലെന്നും വികസനങ്ങൾ വാക്കുകളിൽ ഒതുങ്ങുന്ന പ്രകടനങ്ങൾ മാത്രമായി തീരുന്നു എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചു. ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള കാര്യം ഞാൻ അടിസ്ഥാനപരമായിട്ട് ഒരു നീക്കങ്ങളും ഇപ്പോൾ ക്രിമിറ്റോറിയത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ ക്രിമിറ്റോറിയത്തിൻ്റെ പദ്ധതി നടക്കുന്ന എന്ത് പദ്ധതികളായാലും അത് നടന്ന് നമുക്ക് ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയെങ്കിലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ജലജീവൻ്റെ പദ്ധതി ഇപ്പോൾ ടാങ്കൊക്കെ ഉണ്ടെന്ന് പറയുന്നില്ല. ഇവിടെ ഇപ്പോഴും നമ്മൾ ഓരോ റോഡുകളും നമുക്കറിയാൻ പറ്റും. നിങ്ങൾ പരിശോധിച്ചോ, ഓരോ റോഡും പൊളിച്ചിട്ടിട്ട് ഒന്നും ചെയ്യാതെ ജലജീവൻ്റെ ആൾക്കാർ മുങ്ങിയിരിക്കുകയാണ്. നമ്മൾ പരാതി കൊടുത്തു, പലപ്പോഴും പഞ്ചായത്തിൽ പരാതി കൊടുക്കും. ഇതെന്ത് കാണുന്ന ആൾക്കാർ എത്രയോ വീടിനെന്നറിയോ റോട്ടിൽ കൂടെ. പക്ഷെ ഒരു കാരണവശാലും ആ റോഡുകൾ ഇപ്പോഴും
ഒന്നും ചെയ്യാത്ത അവസ്ഥയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടത്. ഇപ്പോൾ പല നിങ്ങൾ ഏത് ഏരിയയിൽ ആളൂർ പഞ്ചായത്തിൻ്റെ ഏത് ഏരിയയിൽ പോയി നോക്കുക, ആകെ 1-2 വാർഡിൽ അവർ ചെയ്തു കൊടുത്ത് മാത്രം കുറച്ച് ടാർ ചെയ്ത് പോയിട്ടുണ്ട്. ബാക്കി എല്ലാ വാർഡിലും അവസ്ഥ കുഴി വന്നിട്ട് ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത, വണ്ടി പോകാൻ പറ്റാത്ത അവസ്ഥയിൽ മെമ്പർമാർക്ക് ചീത്ത കേൾക്കുന്ന ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് 4 വർഷം കൊണ്ട് നമ്മളിവിടുത്തെ എന്ത് ചെയ്തു എന്ന് അടുത്ത തിരഞ്ഞെടുപ്പിന് ജനം ചോദിച്ചാൽ ഒരു മറുപടി പറയാൻ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ഉണ്ടാവില്ല. ഈ ആളൊരു പഞ്ചായത്തിലെ മെമ്പർമാർക്ക് പ്രതിപക്ഷമായിട്ട് ഭരണപക്ഷമായിക്കോട്ടെ, ഒരു മെമ്പറോട് ചെയ്യും നിങ്ങൾ 4 വർഷമായിട്ട് എന്തിവിടെ ഒരു പ്രത്യേകത മറ്റുള്ള മുൻകാലത്തിൽ വേണ്ടി ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു മെമ്പർക്കും ഉത്തരം പറയാൻ പറ്റില്ല. നിലവിലുള്ളത് ഇപ്പോൾ ലൈറ്റുകൾ ബൾബ് ഉണ്ടെങ്കിൽ അത് മാറ്റിയിടാം, മാറ്റിയിട്ട് അത് കത്തിക്കാം, നിലവിലുള്ളത് കത്തിക്കാം. റോഡുകൾ ഉണ്ടെങ്കിൽ റോഡുകൾ വല്ല മെയിൻ്റനൻസ് ഫണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അപൂർവം അത് ചെയ്യുക. അല്ലാതെ എന്ത് നമുക്കൊരു വികസനത്തിന് പറഞ്ഞാൽ വികസനം നമ്മൾ എടുത്തു കാണിക്കുന്ന വികസനം ഉണ്ടായിരിക്കണം. അത് ഈ ആളൊരു പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണത്. അത് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം, ആർക്കും അന്വേഷിച്ചാൽ അറിയാവുന്ന. പൊതുവായിട്ട് ഒരു സ്ഥാപനം വരണമെങ്കിൽ ആ സ്ഥാപനത്തിൽ അവിടെ മന്ത്രിയുടെ പേര്, പ്രസിഡന്റിൻ്റെ പേര്, അല്ലെങ്കിൽ എല്ലാവരുടെ മെമ്പർമാരുടെ പേര് ഒക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ഈ പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല. വെല്ലുവിളികളും ചർച്ചകളും ഒടുക്കമില്ലാതെ തുടരുമ്പോൾ മറ്റൊരു തിരഞ്ഞെടുപ്പ് ചൂടിനു കൂടി വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ജനങ്ങൾ. അഭിപ്രായങ്ങളും ആരോപണങ്ങളും പോർമുഖമൊരുക്കുമ്പോൾ നാളെയുടെ സ്വപ്നാകാശങ്ങൾ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നൊരു ജനതയെ നമുക്കിവിടെ കാണാം. ഭരണപ്രതിപക്ഷങ്ങൾ വാഗ്വാദങ്ങൾ തുടരുന്നു. ആളൂരിൻ്റെ ഭാവി ഇനി എന്ത്? ഇനിയും വികസനങ്ങൾ വരട്ടെ എന്ന പ്രത്യാശയിൽ നിർത്തുന്നു. മറ്റൊരു പഞ്ചായത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കലാപം. ലോക്കൽ സെക്രട്ടറി TA ഷാഹിദും കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്ന അരുൺജിത്ത് കാനപ്പള്ളിയും രാജിക്കത്തു നൽകി. ഇരിങ്ങാലക്കുട ഈസ്റ്റ് കോമ്പാറ ആനീസ് കൊലപാതക കേസിൽ തുടരന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ച് സംഘം സംഭവ സ്ഥലത്തെത്തി. മൊഴിയെടുത്തു. എറണാകുളം ക്രൈംബ്രാഞ്ച് DYSP ടോണി സെബാസ്റ്റ്യന് അന്വേഷണ ചുമതല. തൃശൂർ സാംസ്കാരിക തലസ്ഥാനമാണെങ്കിൽ ഇരിങ്ങാലക്കുട കലകളുടെ സാംസ്കാരിക തലസ്ഥാനമാണെന്ന് പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് ജയരാജ് വാര്യർ. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇരിങ്ങാലക്കുടയിൽ ആരംഭിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.